ഹായ് ഫ്രണ്ട്സ്, വെറൈറ്റി ഹെഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സോഫ്റ്റ് ടോയ്സിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു റാബിറ്റിനെ എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നാണ് നോക്കുന്നത്. വളരെ എളുപ്പമാണിത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഫ്രണ്ട്സ്, നമുക്ക് റാബിറ്റിനെ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് 4 പാറ്റേൺ ആണ്. മെയിൻ ബോഡി 2 പീസ് വേണം, ഓപ്പോസിറ്റ് ഇട്ടിട്ടുള്ളത്. ഇയർ 2 പീസ് വീതം, ഫറും ഫെൽറ്റും നമ്മൾ വെട്ടിയെടുക്കണം. ടെയില് ഓപ്പോസിറ്റ് ആയിട്ട് 2 ഫർ പീസ്. ബേസ് പാർട്ട് ഒന്നെങ്കിൽ ഫറ് കൊണ്ടോ ഇല്ലെങ്കിൽ ഫെൽറ്റ് കൊണ്ടോ നമുക്ക് വെട്ടിയെടുക്കാവുന്നതാണ്. അതും 2 ഓപ്പോസിറ്റ് പീസസ് ആവശ്യമാണ്. ഇനി നമുക്ക് ഈ പാറ്റേൺ ക്ലോത്തിലേക്ക് വരച്ചെടുക്കാം. സിറ്റിംഗ് ഡോഗിന്റെ വീഡിയോയിൽ ഞാൻ ഈ പാറ്റേൺ എങ്ങനെയാണ് നമ്മളിതിൽ ഫറിൽ വരയ്ക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. ഒന്നുകൂടെ പറഞ്ഞു തരാം. ഫറില് ഒരു ഭാഗത്ത് ഇങ്ങനെ രോമം നീണ്ടു നിൽക്കുന്നിടം കാണും. പാറ്റേണിന്റെ ആരോ മാർക്സ് ആ രോമത്തിന് നേരെയായിരിക്കണം എപ്പോഴും കിടക്കേണ്ടത്. നമ്മൾ പാറ്റേൺ എല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ പാറ്റേൺ എല്ലാം വരച്ച് ഫറിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെട്ടാനുള്ളത് ഫെൽറ്റിലാണ്. ഫെൽറ്റിൽ ഇയറിന്റെ 2 ഓപ്പോസിറ്റ് പീസുകൾ വെട്ടിയെടുക്കാം. അപ്പം നമ്മൾ ഫെൽറ്റിൽ ഇയറിന്റെ പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ടെയില് ഓപ്പോസിറ്റ് പീസസ് തമ്മിൽ ഈ ഓപ്പണിങ് വിട്ടിട്ട് ബാക്കി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇയർ തയ്ക്കാം. ഇയർ ഒരു ഫറും ഒരു ഫെൽറ്റ് പീസും
തമ്മിൽ വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ ടക്ക് തയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ചുറ്റും തയ്ച്ച് ഇവിടെ വരെ തയ്ക്കണം. അങ്ങനെ 2 ഓപ്പോസിറ്റ് പീസുകൾ നമുക്ക് തയ്ച്ചെടുക്കാം. നമ്മൾ ഇയർ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബേസ് പാർട്ട് തയ്ക്കാം. ബേസ് പാർട്ട് തയ്ക്കാനായിട്ട് ബേസ് 2 പീസുകൾ തമ്മിൽ കൂട്ടി തയ്ക്കണം. കൂട്ടി തയ്ക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയ ഓപ്പണിങ് ഇടണം. നമുക്ക് കോട്ടൺ ഉള്ളിൽ കയറ്റാനായിട്ടാണ് ഈ ഓപ്പണിങ്. നമ്മൾ ബേസ് തയ്ച്ചിട്ടുണ്ട്, ഒരു ഓപ്പൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് മെയിൻ ബോഡിയിലേക്ക് പിടിപ്പിക്കാം. മെയിൻ ബോഡിയിലേക്ക് പിടിപ്പിക്കാനായിട്ട് ഇത് സെയിം ആകൃതി തന്നെയാണ് രണ്ടിനുമുള്ളത്. അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന പാർട്ടുകൾ തമ്മിൽ ഇങ്ങനെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇതാ ഇവിടം തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഈ ടെയിൽ എൻഡ് ചെയ്യുന്ന ഈ സ്റ്റിച്ചിന്റെ ഇവിടം വരെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ അടുത്ത മെയിൻ ബോഡി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ബേസും മെയിൻ ബോഡിയും തമ്മിൽ കൂട്ടി തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൽ കുറച്ച് മാർക്കിങ്സ് ചെയ്യുക എന്നുള്ളതാണ്. പാറ്റേൺ വെച്ചാണ് നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യുന്നത്. നമുക്ക് മെയിൻ ബോഡിയുടെ പാറ്റേൺ ഇതിലോട്ട് വെച്ചിട്ട് ഈ ഇയറിന്റെ പോർഷനും നോസിന്റെ പോർഷനും ടെയിലിന്റെ പോർഷനും മാർക്ക് ചെയ്യാം. ഇയർ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നോസ് മാർക്ക് ചെയ്യുക. ടെയിൽ മാർക്ക് ചെയ്യുന്നത് നമ്മൾ ഈ ടെയിലിന്റെ ഈ പോർഷൻ വെച്ചിട്ടായിരിക്കും. ഇനി നമുക്ക് ഈ ഇയറിന്റെ ഭാഗത്ത് സ്കെയിൽ വെച്ച് ഒരു 2.5 സെന്റിമീറ്റർ താഴെ ഒന്ന് മാർക്ക് ചെയ്യാം. അവിടുന്ന് ഒരു 2 സെന്റിമീറ്റർ ഇയറിനുള്ള ഓപ്പണിംഗ് ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഇത് നമുക്കൊന്ന് നമുക്ക് ചെയ്യാം. നമ്മൾ ഓപ്പോസിറ്റ് പീസിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇയർ പിടിപ്പിക്കാം. ഇയർ നമ്മൾ മറിച്ചെടുത്ത ഇയറാണ് ഇതിലോട്ട് പിടിപ്പിക്കുന്നത്. ഉള്ളിൽ വെച്ചാണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നോസിന്റെ ഭാഗത്ത് ഇയറിന്റെ ഫെൽറ്റ് പീസ് ആയിരിക്കണം വരേണ്ടത്. ഇങ്ങനെ വെച്ചാണ് നമ്മൾ പിടിപ്പിക്കുന്നത്. ഇനി നമുക്കിതിവിടെ തയ്ക്കാം. ഇത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെക്കാം. ഒരു ഇയർ ഇവിടെ തയ്ച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് പീസിൽ നമുക്ക് ഇയർ തയ്ക്കാം. ഇയർ 2 നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മെയിൻ ബോഡി കൂട്ടി തയ്ക്കാം. അതിനു മുന്നേ നമുക്ക് ഇതിന്റെ ടെയിൽ പിടിപ്പിക്കാം. ടെയിൽ പിടിപ്പിക്കാനായിട്ട് ടെയിലിന്റെ ഈ വളഞ്ഞ ഭാഗം മുകളിലോട്ടാണ് ഇരിക്കേണ്ടത്. ടെയിൽ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് പിടിപ്പിക്കുക. ഒരു പീസ് ഇവിടെയും ഒരു പീസ് അപ്പുറയായിട്ട് പിടിപ്പിക്കുക. നമ്മൾ ടെയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കാണാമല്ലോ, ടെയിൽ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ മെയിൻ ബോഡി സ്റ്റിച്ച് ചെയ്യാം. മെയിൻ ബോഡി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഈ ടെയിലിന്റെ എൻഡ് തൊട്ട് ഇത് കംപ്ലീറ്റ് റൗണ്ട് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഇയർ എപ്പോഴും ഉള്ളിലായിരിക്കണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്കിതിങ്ങനെ റൗണ്ട് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ച് കോട്ടൺ ഫിൽ ചെയ്തെടുക്കാം.
നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഓപ്പണിങ് തയ്ച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു കെട്ടിട്ട് തയ്യൽ മാത്രം മതിയാവും. നമ്മുടെ റാബിറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് ഐസും നോസും വെച്ച് കൊടുക്കാം.